പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ ആനന്ദിക്കുന്നവരാകുവാൻ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 17-18 തിരുലിഖിതങ്ങൾ. നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. അതിനുവേണ്ടി നീ എന്തു ചെയ്യണം? നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കണം. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കണം. പാപികളെ നോക്കി അസൂയപ്പെടരുത്. ബൈബിളിൽ പാപികളെ നോക്കി അവർ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ നല്ലതായിരിക്കും എന്ന് ചിന്തിച്ച് പോയ ഒരു ദൈവ പൈതലിൻ്റെ നാശത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിലാണ്. അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായിയും കൂടെ അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു വരികയാണ്. കൂട്ടത്തിൽ ലോത്തും കൂട്ടരുമുണ്ട്. അവരെല്ലാവരും കൂടി ഒരു കൂട്ടുകുടുംബം പോലെ അങ്ങനെ ജീവിച്ചു പോരുകയാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചിട്ട് ഒരുപാട് വെള്ളി, ഒരുപാട് സ്വർണം, ഒരുപാട് അഭിവൃദ്ധി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 1, 2, 3 തിരുലിഖിതങ്ങൾ. അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗേബിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അബ്രാഹത്തിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം അവനെ വലിയൊരു സമ്പന്നനാക്കി മാറ്റി. ദൈവത്തിൻ്റെ മക്കൾ സമ്പന്നരായിരിക്കുന്നതിൽ ദൈവത്തിന് അതൃപ്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മക്കൾ നല്ല ഉയർച്ചയിലിരിക്കുന്നതിൽ ദൈവത്തിന് അസന്തുഷ്ടിയില്ല. ദൈവത്തിൻ്റെ മക്കൾ നല്ല സ്ഥിതിയിലിരിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമുണ്ട്. അതാണ് 35-ാം സങ്കീർത്തനത്തിൽ 27-ാം തിരുലിഖിതം. സങ്കീർത്തനം 35:27 വചനം പഠിപ്പിക്കുന്നു, തൻ്റെ ദാസന്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനെന്ന് അവർ നിരന്തരം പറയട്ടെ. തൻ്റെ ദാസന്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനെന്ന് അവർ നിരന്തരം പറയട്ടെ. അപ്പം ദൈവത്തിൻ്റെ ദാസരുടെ ശ്രേയസ്സിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ നരകിച്ച് നാശക്കൂപടഞ്ഞു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല.
നമ്മൾ തകർച്ചയിലാണെങ്കിൽ നമ്മൾ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പാപത്തിലാണെങ്കിൽ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ കടബാധ്യതയിലാണെങ്കിൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നാം രോഗത്തിലാണെങ്കിൽ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ശ്രേയസ്സിലാണ് ദൈവത്തിൻ്റെ സന്തോഷം. നമ്മുടെ നാശത്തിലല്ല, നമ്മുടെ ശ്രേയസ്സിലാണ് ദൈവത്തിൻ്റെ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അനേകം ക്രിസ്ത്യാനികളുടെ മനസ്സിലൊരു ധാരണയുണ്ട്, നമ്മളിങ്ങനെ കൂനിക്കൂടി ചതഞ്ഞെന്ന് പറഞ്ഞ് കരഞ്ഞും പിഴിഞ്ഞും ജീവിക്കുന്നതിലാണ് ദൈവം ആനന്ദിക്കുന്നത് എന്ന് ചിലർക്ക് എന്തോ ഒരു ധാരണ കയറിക്കൂടിയിരിക്കുകയാണ്. തെറ്റായ ബോധ്യമാണത്. കാരണം എന്താ? ദൈവം നമ്മുടെ അപ്പനാണ്. ദൈവം നമ്മുടെ അപ്പനാണ്. ദൈവം നമ്മുടെ പിതാവാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഇസ്രായേലിന് പിതാവിനെ പോലെയാണ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ, ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഞാൻ ഇസ്രായേലിന് പിതാവാണ്. പിതാവിനെ പോലെയാണെന്നല്ല, ഞാൻ പിതാവാണ് എന്നാണ് ദൈവം തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ജെറമ്യ 31:9 പഠിപ്പിക്കുന്നത്. കണ്ണീരോടെ വരുന്നവരെ ആശ്വസിപ്പിച്ച് സന്തോഷത്തിലേക്ക് നയിക്കുന്ന പിതാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ മാഗ്ഡൽഡ് എന്ന് പറഞ്ഞ വിശുദ്ധയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ ആ വിശുദ്ധയോട് പറഞ്ഞ ഒരു വെളിപ്പെടുത്തൽ ആ വിശുദ്ധയുടെ ജീവചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അതിപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്, മനുഷ്യർ എന്നിൽ നിന്ന് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാൻ അവർ ചോദിക്കുന്നതിലും കൂടുതൽ അവർക്ക് കൊടുക്കും. ഹല്ലേലൂയ. മനുഷ്യർ എന്നിൽ നിന്ന് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാൻ അവർ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ അവർക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂനമാവ് കൺവെൻഷൻ നടക്കുകയാണ്. കൂനമാവ് കൺവെൻഷനിൽ ഒരു സഹോദരി സാക്ഷി പറയാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറി വന്നു. ആ സഹോദരി എറണാകുളം ജില്ലയിൽ നിന്നുള്ളൊരു സഹോദരിയാണ്. ആ സഹോദരിയുടെ അനുഭവം ഇതാണ്. ആ സഹോദരി എറണാകുളം മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ വചനം കേട്ടപ്പോൾ പിതാവ് നല്ല പിതാവാണ് എന്ന ദൈവിക ദൂത് കേട്ടു. ഉടനെ ആ സഹോദരി പറഞ്ഞു, എനിക്കിപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന ഒരു ചെറ്റപ്പൊരയുണ്ട്, ഇടിഞ്ഞു പൊളിയാറായി കിടക്കുന്നതാണ്. അതും ആ സ്ഥലത്ത് കിടന്നിട്ട് ഒരു ഗുണമില്ല. അതും ആ സ്ഥലം എല്ലാം കൂടെ വിറ്റിട്ട് കുറച്ചും കൂടെ നല്ലൊരു വീട് വെക്കണം എന്നൊരു ആഗ്രഹം. അങ്ങനെ അട്ടപ്പാടി സഖ്യോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വേണ്ടി വന്നപ്പോൾ ആ സഹോദരിയുടെ മനസ്സിലുള്ള നിയോഗം ഇത് മാത്രമാണ്, എനിക്ക് ഇപ്പോൾ ഉള്ളത് വിറ്റ് ഒരു പുതിയ വീട് വെക്കണം. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവിക ദൂത് കേട്ടത്. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഇത് കേട്ടപാടെ ആ സഹോദരി വിശ്വസിച്ചു. സഹോദരി പറഞ്ഞു, ദൈവം എൻ്റെ അപ്പനാണ്. അതുകൊണ്ട് ആ സഹോദരി പറഞ്ഞു, ഇപ്പോൾ ഉള്ള വീട് ഇനി വിറ്റില്ലേലും കുഴപ്പമില്ല, എനിക്കൊരു പുതിയ വീട് തന്നാൽ മതി. ഇപ്പോൾ ഉള്ള വീട് ഇരുന്നോട്ടെ, അത് ആവശ്യമാണ്, അവർ ഇരുന്നോട്ടെ, പഴയ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാമല്ലോ. അല്ല, അതിന് വേണ്ടേ പഴയ സാധനം വെക്കാനൊരു വീട് വേണ്ടേ? പഴയ സാധനങ്ങൾ വെക്കാമല്ലോ, പുതിയ വീട് ഒരെണ്ണം തരിക, പഴയത് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. മാർച്ച് മാസത്തിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസം ആയപ്പോഴേക്കും പുതിയ വീട്ടിലേക്ക് കയറി അങ്ങോട്ട് താമസിച്ച് ആ സന്തോഷത്തോടെയാണ് ഈ കഴിഞ്ഞ 5-6 ദിവസങ്ങളിൽ കൂനമാവ് നടന്ന കൺവെൻഷനിൽ ആ സഹോദരി വന്ന് സാക്ഷ്യപ്പെടുത്തിയത്. ഹല്ലേലൂയ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവർ മറൈൻ ഡ്രൈവിൽ ധ്യാനം കൂടി, മാർച്ചിൽ ഇവിടെ ധ്യാനം കൂടി. അപ്പോൾ പറഞ്ഞു, പഴയ വീട് നിൽക്കട്ടെ, അതിൻ്റെ കൂടുതൽ ഒരു പുതിയ വീടിനെ തന്നാട്ടെ എന്ന് പറഞ്ഞു. അത് തന്നെ ദൈവം ചെയ്തു കൊടുത്തു. പുതിയ വീട്ടിൽ താമസിച്ചിട്ട് ആ സന്തോഷത്തോടെ വന്ന് എൻ്റെ പിതാവ് സ്നേഹമുള്ള പിതാവാണെന്ന് ഇതാ ആ സഹോദരി 10,000ങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി. ഹല്ലേലൂയ. ദൈവം അബ്രാഹത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ അബ്രാഹത്തിനെ ദൈവം സ്നേഹിച്ചിരുന്നു. ദൈവം അബ്രാഹത്തിനെ വലിയൊരു മനുഷ്യനാക്കി മാറ്റി. അബ്രാഹത്തിനുണ്ടായിരുന്ന പോലെ തന്നെ അബ്രാഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലോത്തിനും ധാരാളം സമൃദ്ധി ഉണ്ടായിരുന്നു. അതാണ് 5-6 വാക്യങ്ങൾ. അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇപ്പം അബ്രാഹവും ലോത്തും കൂടെ അട്ടപ്പാടിക്കാണ് പുറപ്പെട്ടിരിക്കുന്നത് വിചാരിക്കുക. ഈ അട്ടപ്പാടി ദേശം മുഴുവൻ അവർക്ക് രണ്ടുപേർക്കും കൊണ്ട് അവരെ കന്നുകാലിനെ സൂക്ഷിക്കാൻ തികയുന്നില്ല. അത്രമാത്രം ആടുമാടുകളും കൂടാരങ്ങളും
പരിവാരങ്ങളും സംഭവങ്ങളും അവരുടെ അത്രയും സ്വത്തിൻ്റെ ഉടമകളായി. ആ ദേശം അവർക്ക് മതിയായില്ല അവരുടെ കൂടാരം അടിക്കാനായിട്ട്. അവരുടെ വേലക്കാർക്ക് കൂടാരം കെട്ടാൻ, അവരുടെ കന്നുകാലികൾക്ക് കൂടാരം കെട്ടാൻ, അവരുടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്തത്ര, ആ ദേശം തികയാത്തത്ര ദൈവം അവരുടെ സമ്പത്തിൻ്റെ അവരുടെ അതിർത്തികൾ ദൈവം വിപുലീകരിച്ചു കൊടുത്ത്. അങ്ങനെ സമ്പത്ത് പെരുകി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ സമ്പത്ത് പെരുകാൻ കാരണം എന്താണ്? പുറപ്പെട്ടപ്പോൾ തന്നെ ഇത്ര സമ്പത്തുണ്ടായിരുന്നു നമുക്ക് കണക്കാക്കാൻ നിവൃത്തിയില്ല. കാരണം പുറപ്പെട്ടപ്പോൾ ചെറിയ വിധത്തിലാണ്. എന്നാൽ ഇപ്പോഴാണ് ഒന്നിച്ച് പാർക്കാൻ സ്ഥലം തികയാത്തത്ര വലുതായത്. പുറപ്പെട്ടപ്പോൾ തന്നെ കലഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിങ്ങനെ കണ്ടമാനം പെരുകിയപ്പോഴാണ് തമ്മിൽ വേലക്കാർ തമ്മിൽ അല്ലറ ചില്ലറ കശപശ ഉണ്ടായത്. അപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു, അവർ സമൃദ്ധി പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവരെ അനുഗ്രഹിച്ചു, അവർ സമൃദ്ധി. അതാണ് സുഭാഷിതം 10:22. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ അബ്രാഹവും ലോത്തിൻ്റെ പ്രത്യേകത, അവർ ഇടം വല നോക്കുന്നില്ല. അവരവരുടെ ദൈവത്തെ നോക്കി ജീവിക്കുകയാണ്. അവരവരുടെ ദൈവത്തിന് മുമ്പ് പ്രാർത്ഥിച്ച് ജീവിക്കുകയാണ്. അവരവരുടെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുകയാണ്. അവർ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിച്ചു. അവർ വലിയ കോടീശ്വരന്മാരായി, വലിയ ഉന്നതന്മാരായി മാറി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ. നീ എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതുഭാഗത്തേക്ക് പോയിക്കൊള്ളാം. വലതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ ഇടതുഭാഗത്തേക്ക് പോയിക്കൊള്ളാം. ഇതാണ് ധ്യാനം കൂടിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്നാൽ ഒരു ദൈവ പൈതലും ദൈവം ആഗ്രഹിക്കുന്നത് വലിയ ഹൃദയവിശാലത. നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ. എനിക്കിന്നത് വേണം, എനിക്കിന്നത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എല്ലാം തകർക്കുമെന്ന് ചിന്തിക്കാൻ പാടില്ല. അങ്ങനത്തെ പിടിവാശി ദൈവമക്കളിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മർക്കടമുഷി സ്വഭാവം ദൈവമക്കളിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിടിവാശിയും മർക്കടമുഷി സ്വഭാവവും പരിശുദ്ധാത്മാവ് എന്നല്ല, അത് ദുഷ്ടാത്മാവെന്ന് പുറപ്പെടുന്നു. അതിൻ്റെ അവസാനവും ഒരു തകർച്ചയായിരിക്കും. ഹല്ലേലൂയ. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, ഇതാ ദേശം മുഴുവനും നിന്റെ മുമ്പിൽ കിടക്കുകയാണ്. നിനക്ക് ഇഷ്ടമുള്ള ഭാഗം നീ എടുത്തോ. നിനക്ക് വലതുഭാഗമാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇടതുഭാഗത്തേക്ക് പോയിക്കൊള്ളാം. നിനക്ക് ഇടതുഭാഗമാണ് വേണ്ടതെങ്കിൽ ഞാൻ വലതുഭാഗത്തേക്ക് പോയിക്കൊള്ളാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിലെല്ലാം ഈ ഹൃദയവിശാലത കാണിക്കണം. നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യാന്നിരിക്കട്ടെ, നിങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റാണ്, വേറൊരാൾ കയറി ഇരുന്നു എന്ന് വിചാരിക്കട്ടെ, അവിടെ ഒരു ചണ്ട കൂടരുത്. സഹോദര, ഞാൻ ഇരുന്ന സീറ്റാണ്, നിനക്കിരിക്കാൻ താല്പര്യമുണ്ടോ? നീ ഇരുന്നോ, ഞാനിവിടെ നിന്നോളാം. ഇതാണ് പരിശുദ്ധാത്മാവുള്ളവരുടെ സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. ബസ് കയറാൻ വേണ്ടി നമ്മളൊരു ബസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്, ഒരു വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ദൈവമായി ഇല്ലാത്ത ഒരു തിക്കി തിരക്കി ആദ്യത്തെ സീറ്റിൽ കയറിയിരുന്നു. നാം അവരോട് ചണ്ട വിടാൻ പോകരുത്. സ്വാർത്ഥന്മാരും അസൂയക്കാരും സ്വാർത്ഥമോഹികളും ദുഷ്ടന്മാരും ഈ ലോകത്തിൽ കടന്ന് പൊളയുന്നുണ്ട്. അവരെ നോക്കി അവരെ പോലെ നാം ജീവിക്കരുത്. അവർക്ക് ഒന്നാം സീറ്റ് വേണോ, എടുത്തോട്ടെ. അവരാദ്യം കയറണോ, കയറിക്കോട്ടെ. നിനക്ക് വലതുഭാഗം വേണോ, നീ ആദ്യം അതെടുത്തോ. നിനക്ക് ഇടതുഭാഗം വേണോ, നീ ആദ്യം അതെടുത്തോ. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ സഹിഷ്ണുത, ഒരു വലിയ ഹൃദയവിശാലത. നിങ്ങൾ വണ്ടി ഓടിച്ച് പോകാന്നിരിക്കട്ടെ, വണ്ടി ഓടിച്ച് പോകുമ്പം ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ വണ്ടി പതുക്കെ നിർത്തണം. സഹോദര പോയാട്ടെ. സഹോദരൻ പോയി കഴിഞ്ഞതിന് ശേഷം വണ്ടി മുമ്പോട്ട് കൊണ്ടുപോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാത്തിനും മറ്റുള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കണം. മറ്റുള്ളവരോട് സഹിഷ്ണുതയോടെ ജീവിക്കണം. മറ്റുള്ളവരെ നന്മയിൽ നമ്മളൊരു താങ്ങ് കൊടുക്കണം. ഒരു താങ്ങ് കൊടുത്ത് അവരെ ഉയർത്തണം. നമ്മുടെ കൂടപ്പിറപ്പുകളുണ്ട്, നമ്മുടെ സഹപ്രവർത്തകരുണ്ട്, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന അയൽക്കാരുണ്ട്. എല്ലാവരോടും ഒരു ഹൃദയത്തുറവിയും ഒരു ഹൃദയവിശാലതയും ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇസ്രായേൽ നാട് സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ കണ്ടൊരു പ്രത്യേകത എങ്ങനെയാണ്? അവിടെ പല സമയം ബസ് ഇറങ്ങിയിട്ട് റോഡിൽ കൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ കണ്ട പ്രത്യേകത എങ്ങനെയാണ്? ഏത് ജാതിപ്പെട്ടവനായാലും ആ ഇസ്രായേൽ നാട്ടിൽ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ അവരുടെ പ്രത്യേകത എങ്ങനെയാണ്? എത്ര തിരക്കിൽ പാഞ്ഞു പോകുന്നവരാണെങ്കിലും നമ്മൾ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവർ വണ്ടി നിർത്തിയിട്ട് പോയാട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ച് നമ്മളെല്ലാം ക്രോസ് ചെയ്ത് അപ്പുറത്ത് കടന്നിട്ടേ അവർ വണ്ടി എടുത്ത് പോകുള്ളൂ. എത്ര തിരക്കാണെങ്കിൽ അവർ നിർത്തും, നമുക്ക് പ്രിഫറൻസ് തരും. നമ്മൾ കടന്നു പോയിട്ടേ പിന്നെ അവർ വണ്ടി എടുക്കുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഒരു വലിയ സഹിഷ്ണുത, ഒരു തുറവി, അവരുടെ കാര്യത്തിന് മറ്റുള്ളവരുടെ കാര്യത്തിന് ഒന്നാം സ്ഥാനം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ തിക്കും തിരക്കും കൂട്ടി പിന്നെ ഹോണൊക്കെ അടിച്ചടിച്ച് മറ്റുള്ളവരെയൊക്കെ ഇടിച്ച് സൈഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ തിക്കും തിരക്കി പോകരുത്. പ്രൈസ് ദി ലോർഡ്.
എല്ലാവരെയും മൈൻഡ് ചെയ്ത് അവരെ ഗവനിച്ച് ശ്രദ്ധിച്ചു പോകണം. എല്ലാ കാര്യത്തിലും എല്ലാ മേഖലകളിലും ഈ ഒരു സ്നേഹം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. നിനക്ക് വലതു ഭാഗമാണോ വേണ്ടത്, നീ എടുത്തോ. നീ ഇടതു ഭാഗമാണോ വേണ്ടത്, നീ എടുത്തോ. അതിന് ശേഷമുള്ളത് ഞാൻ എടുത്തോളാം. അപ്പോൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറായും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. അപ്പോൾ ലോത്ത് തല ഉയർത്തി നോക്കി. അവന് ഈ സഹിഷ്ണുതയൊന്നുമില്ല. അവൻ തല ഉയർത്തി നോക്കി, ഏതാ നല്ലത്? അപ്പോഴാണ് ഇതാ സൊദോം ഗൊമോറ താഴ്വര, കർത്താവിൻ്റെ തോട്ടം പോലെ നല്ല അന്തരീക്ഷം ലോത്ത് അവിടെ കണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മളോട് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യത്ത് താമസിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾ തലയുയർത്തി നോക്കും. അപ്പോഴാണ് ഏത് രാജ്യം കാണുന്നത്? പറ. ഒരു നേഴ്സാണെങ്കിൽ ഏത് രാജ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ചിലർ പൗണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ തലയുയർത്തി നോക്കുമ്പോൾ കാണേണ്ടത് കാണണം, കാണേണ്ടത് കാണരുത്. പ്രൈസ് ദി ലോർഡ്. അമ്പരചുംബികളായ കെട്ടിടങ്ങളും നല്ല നല്ല റോഡുകളും നല്ല നല്ല വീടുകളും നിങ്ങൾ രക്ഷിക്കും നിങ്ങൾ ചിന്തിക്കരുത്. എന്നാൽ ലോത്തിൻ്റെ മനസ്സ് ഈ ലോകത്തിൻ്റെ പ്രതാപവന്മാരിൽ പതിഞ്ഞു. ഇത് കർത്താവ് നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. കർത്താവ് എന്താ സുഭാഷിതങ്ങളുടെ പുസ്തകം പറഞ്ഞിരിക്കുന്നത്? സുഭാഷിതങ്ങളുടെ പുസ്തകം 23:17 പറഞ്ഞിരിക്കുകയാണ്, നിന്റെ ഹൃദയം പാപികളെ നോക്കി അതുപോലെ ആകണമെന്ന് ചിന്തിക്കരുത്. അവർ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളും നല്ല റോഡുകളും നല്ല വീടുകളും നല്ല നല്ല സംഗതികളൊക്കെ കെട്ടിപ്പാർക്കുന്നവരായിരിക്കാം, നല്ല നല്ല പണമുള്ളവരായിരിക്കാം, ഒരു കുഴപ്പമില്ല നമ്മൾ ചിന്തിക്കുന്നവരായിരിക്കാം, നല്ല നല്ല ആശുപത്രി, നല്ല നല്ല ശമ്പളവും നല്ല നല്ല സ്വഭാവമുള്ളവരാണെന്ന് നമ്മൾ വിചാരിക്കുന്നവരായിരിക്കാം. അവിടേക്കല്ല എൻ്റെയും നിങ്ങളുടെ ഹൃദയം പതിയേണ്ടത്. ഞാനും നിങ്ങളും ഹൃദയം ഉയർത്തി തലയുയർത്തി നോക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് അവിടെ ദൈവഭക്തി ഉണ്ടോ എന്ന് നോക്കണം. നിങ്ങളുടെ മക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ ആരോടാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ഒരു ബാർബർ ആയാലും കുഴപ്പമില്ല, ജോലിയും പണം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കാന്നല്ല ചിന്തിച്ചത്. ദൈവരാജ്യ വേല ചെയ്ത് ജീവിത തിന്മയൊക്കെ ഉപേക്ഷിച്ച് പ്രാർത്ഥനയും ദൈവഭക്തി ജീവിക്കുന്ന മകനുണ്ട്. വരുമാനം എന്ന പേരിൽ അത് വേണ്ടാന്ന് വെച്ചില്ലേ? ഹല്ലേലൂയ. ഇന്ന് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽപ്പുണ്ട്. കുട്ടികൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ അവരുടെ കണ്ണ് പതിയുന്നത് ദൈവഭക്തിയിലല്ല. അവരുടെ കണ്ണ് പതിയുന്നത് ലോകത്തിൽ എത്ര ശമ്പളമുണ്ട്, എന്ത് ജോലിയുണ്ട്, ലോകത്തിൽ എന്തൊക്കെ നീക്കുവാക്കി, എത്ര പണമുണ്ട്, എത്ര സ്വത്തുണ്ട്, എത്ര ഭൂമിയുണ്ട്, ഇതൊക്കെ അന്വേഷിച്ചല്ല നടത്തുന്നത്. എന്നിട്ട് ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി നടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി തീരുമാനം എടുക്കുമ്പോൾ, ഈ ഭൂമിയിൽ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇടപെടുമ്പോൾ, ഒരു കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങളുടെ കണ്ണ് പതിയേണ്ടത് ഈ ലോകത്തിലെ പ്രതാപമുള്ളവരിലേക്കല്ല. ദൈവഭക്തി എവിടെയുണ്ടോ അവിടേക്കാണ് നിങ്ങളുടെ കണ്ണ് പതിയേണ്ടത്. വചനം പഠിപ്പിക്കുകയാണ്, നിന്റെ ഹൃദയം പാപികളെ നോക്കി അതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കരുത്. ദൈവഭക്തി ഉണ്ടോ എന്ന് നോക്കണം. നീ ദൈവഭക്തി ഉറച്ചു നിൽക്കണം. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, അതിന് ഭംഗം വരികയില്ല. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, അതിന് ഭംഗം നേരിടുകയില്ല. ലോത്ത് എന്ത് ചെയ്തു? ലോത്ത് ദൈവഭക്തി ഉണ്ടോന്ന് നോക്കിയില്ല, മണ്ണ് നോക്കി ലോത്ത് സ്ഥലം തിരഞ്ഞെടുത്തു. സൊദോം ഗൊമോറയിലെ മണ്ണ് ജോർദാൻ സമതലത്തിലെ മണ്ണ് നല്ല മണ്ണാണെന്ന് കണ്ട് ജോർദാൻ സമതലം ലോത്ത് തെരഞ്ഞെടുത്തു. അവിടെ ദൈവമുണ്ടോ, ദൈവഭക്തി ഉണ്ടോ, അവിടെയുള്ളവർ വിശ്വാസികളാണോ, അവർ പ്രാർത്ഥിക്കുന്നവരാണോ, ദൈവത്തെ ആരാധിക്കുന്നവരാണോ, പള്ളി പോകുന്നവരാണോ, കത്തോലിക്ക സഭയിൽപ്പെട്ടവരാണോ, ഇതൊന്നും അന്വേഷിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പുറപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ലോത്തിന് നോക്കാൻ പറ്റിയില്ല. ലോത്ത് മണ്ണും സ്ഥലവും പ്രതാപവും നോക്കി തീരുമാനം എടുത്ത് ജോർദാൻ സമതലം ലോത്ത് തിരഞ്ഞെടുത്തു. അവൻ അങ്ങോട്ട് പോയി. അബ്രാഹമാകട്ടെ കാനാൻ ദേശത്ത് താമസമാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബാക്കിയുണ്ടായിരുന്ന സ്ഥലം അത് കുറച്ച് മലയും മണ്ടയൊക്കെ ആയിരിക്കും. കിട്ടി ബാക്കിയുള്ള സ്ഥലത്ത് അബ്രാഹം താമസമാക്കി. തമ്മിൽ പരിഭവമൊന്നുമില്ല. അബ്രാഹം താമസമാക്കി. എന്തായാലും ദൈവം രണ്ടുപേരെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവഭക്തി ഇല്ലാത്ത സ്ഥലത്ത് അനുഗ്രഹം നിലനിന്നില്ല. അവിടെ പാപം പെരുകി ദുഷ്ടന്മാർ കൂടി. അതാണ് തുടർന്ന് വായിക്കുന്നത്. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. ഇത് ലോത്തിന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ലോത്ത് അങ്ങോട്ട് പോയത്? എന്തിനാ പോയത്? കൂടുതൽ സൗകര്യം, കൂടുതൽ സമ്പത്ത്,
കൂടുതൽ ഉയർച്ച. അവൻ ദൈവത്തിൽ നിന്നുള്ള ഉയർച്ച അല്ല പ്രതീക്ഷിച്ചത്. നമ്മൾ ജീവിക്കുന്ന ആ ദേശത്തിന് മേൽ എന്തൊക്കെ തിന്മയുണ്ടോ അതൊക്കെ നമ്മളെ സ്വാധീനിക്കും. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. എങ്കിലും ശരി, ലോത്ത് അങ്ങോട്ട് തന്നെ പോയി അവിടെ താമസാക്കി. ആ പട്ടണമാണ് അഗ്നിയും ഗന്ധവും ഇറങ്ങി ദഹിപ്പിക്കപ്പെട്ടത്. ലോത്തിനോട് കരുണയുള്ള ദൈവം ലോത്തിനെ അവിടെ നിന്ന് ഒരു വിധത്തിൽ ഓടിച്ച് രക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ട്. എന്നാൽ പലരെ രക്ഷിക്കാൻ ദൈവത്തിന് പറ്റിയില്ല. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അടുത്ത വാക്യം നോക്കിയേ, ഉൽപ്പത്തി 13-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അബ്രാഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാഹാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. നോക്ക്, ലോത്തിന്റെ തീരുമാനം തെറ്റിയപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നിന്ന് വിട്ടുപോയി. പിന്നെ അവിടെ ലോത്തിന്റെ കൂടെ നടന്ന് ദൈവം സംസാരിക്കുന്നു, ഇടപെടുന്നു നമ്മൾ കാണുന്നില്ല. അവസാനം അറ്റ കൈക്ക് രക്ഷപ്പെടുത്തുന്ന സമയത്ത് മാത്രം ദൂതന്മാരയക്കുന്നത് കാണുന്നുള്ളൂ. എന്നാൽ അബ്രാഹത്തിന്റെ കൂടെ അതല്ല. ദൈവം അബ്രാഹത്തിന്റെ കൂടെ നടക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട തീരുമാനം എടുക്കുന്നവർ. ദൈവത്തിന് ഇഷ്ടപ്പെട്ട തീരുമാനം എടുത്ത അബ്രാഹം പടിഞ്ഞാറോട്ട് പോയപ്പോൾ ഇതാ ബാക്കിയുണ്ടാകുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ ദൈവം അബ്രാഹത്തിന്റെ കൂടെ നിൽക്കുകയാണ്. ദൈവം അബ്രാഹത്തോട് പറയുകയാണ്, നീ തല ഉയർത്തി നോക്ക്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്ക്, നീ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരും. അബ്രാഹം ഉയർച്ച ആരിൽ നിന്നാണ് സ്വീകരിച്ചത്? മണ്ണിൽ നിന്നുള്ള ഉയർച്ച അല്ല സ്വീകരിച്ചത്. സമതലം നോക്കി കൃഷി ചെയ്തിട്ട് അല്ല ഉയർച്ച സ്വീകരിച്ചത്. നല്ല നല്ല പ്രധാനപ്പെട്ട മർമ്മമായ ചങ്കായ സ്ഥലങ്ങളും അവിടെയൊക്കെ പോയി കടന്ന് അധ്വാനിച്ചിട്ടല്ല അബ്രാഹം ഉയർച്ച സ്വീകരിച്ചത്. അബ്രാഹം ദൈവഭക്തിയിൽ ഉറച്ചു നിന്നു. അബ്രാഹം ദൈവഭക്തി ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്നും അവന് ഉയർച്ച വന്നുകൊണ്ടേയിരുന്നു. 18-ാമത്തെ വാക്യം, അബ്രാഹം തൻ്റെ കൂടാരം ഹെബ്രോനിലുള്ള മാമറയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം കെട്ടി അവിടെ താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. വീണ്ടും നമ്മൾ കാണുന്നത് ദൈവത്തിന് അനുസൃതമായ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് ദൈവഭക്തി വളരുന്ന രംഗമാണ് കാണുന്നത്. അവൻ ബലിപീഠം ഉണ്ടാക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, ദൈവചിന്തയിൽ മുഴുകുന്നു, ദൈവവുമായി ഇടപെടുന്നു, ദൈവം അബ്രാഹവുമായി ഇടപെടുന്നു. അങ്ങനെയുള്ള ദൈവിക ഇടപെടലുകളുടെയും ദൈവിക അനുഗ്രഹത്തിൻ്റെയും ഉയർച്ചയുടെയുമായ ഒരു ചരിത്രമാണ് പിന്നീട് അങ്ങോട്ട് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അബ്രാഹം അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ദരിദ്രനായി നശിച്ചു പോയെന്ന് ചിന്തിക്കരുത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു അനുഗ്രഹത്തിൻ്റെയും ഉയർച്ചയുടെയും ദൈവിക ഇടപെടലുകളുടെയും ഒരു കാലഘട്ടമാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ പറയുന്നത്, നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. എപ്പോഴും ദൈവഭക്തി ഉറച്ചു നിൽക്കണം. ചിലപ്പോൾ ചില രോഗം വരാം, ചിലപ്പോൾ ചില തകർച്ച വരാം, ചിലപ്പോൾ സഹോദരന്മാർ തമ്മിൽ ചില അനൈക്യമൊക്കെ ഉണ്ടാകാം, ഇച്ചിരി വഴക്കൊക്കെ വരാം. ചില വഴക്ക് വന്നാലും, ഇച്ചിരി ദുഷിവാക്ക് കേട്ടാലും, ഇച്ചിരി പരിഹാസം കേട്ടാലും, ഇച്ചിരി നിന്ദ കേട്ടാലും, ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ തകർച്ച പോലെ ചില സാഹചര്യങ്ങൾ വന്നാലും നിന്റെ ദൈവഭക്തി കൈവിടരുത്. നീ കല്യാണം ആലോചിക്കുമ്പോൾ, നീ ഒരു പുതിയ സ്ഥലം താമസിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു പുതിയ ദേശത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ, ഒരു കാര്യത്തിന് വേണ്ടി നീ തീരുമാനം എടുക്കുമ്പോൾ നീ എന്തു ചെയ്യണം? നീ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവഭക്തിക്ക് കൊടുക്കും. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കുമ്പോൾ ഒരു ദൈവരാജ്യ വേലക്കാരൻ, ഒരു സുവിശേഷ വേലക്കാരൻ, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ, ഒരു വചന പ്രഘോഷകൻ വന്നാൽ ദൈവഭക്തിക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളൊരു വീട് വെക്കുമ്പോൾ വലിയ സമ്പന്നന്മാരാണ്, പക്ഷേ ദുഷ്ടന്മാരും പാപികളുമാണെങ്കിൽ അവരുടെ ഇടയിൽ പോയി നിങ്ങൾ വീട് വെക്കരുത്. വലിയ സമ്പത്തും വലിയ ഉയർച്ച, വലിയ കെട്ടിടം, വലിയ റോഡൊന്നും ഇല്ലെങ്കിലും ദൈവഭക്തിയും പ്രാർത്ഥനയുള്ളവരാണെങ്കിൽ, അത് ഇത്തിരി ദരിദ്രമായ സ്ഥലമാണെങ്കിലും അവരുടെ ഇടയിൽ പോയി നിങ്ങൾ പാർക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യത്തിലും ഇത് വേണം. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും, നിങ്ങളൊരു കാര്യം ഒരു എസ്റ്റേറ്റ് പിടിപ്പിക്കുമ്പോഴാണെങ്കിലും, എന്തു തന്നെ കാര്യമാണെങ്കിലും നിങ്ങളുടെ ഒരു തീരുമാനത്തിന് പിന്നിൽ ഒന്നാമത്തെ പരിഗണന അവിടെ ദൈവമുണ്ടോ, അവിടെ ദൈവഭക്തിയുണ്ടോ, അവിടെ ദൈവാരാധനയുണ്ടോ, ഇതിനൊന്നാം സ്ഥാനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. എപ്പോഴും ദൈവഭക്തി ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. സ്വർഗീയ രാജാവായ യേശു കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി, എൻ്റെ യേശുവേ, എൻ്റെ രക്ഷിതാവേ എന്ന് നിലവിളിച്ചാൽ
ഇതാ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് സഭയോടൊപ്പം വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. അനേകരിലേക്ക് കർത്താവിൻ്റെ മഹത്വം വ്യാപരിച്ച് ഹൃദയങ്ങളിൽ തളം കെട്ടിക്കിടന്ന ദുഃഖ പീഡകൾ വിട്ടൊഴിഞ്ഞു പോകുന്നതായി വെളിപ്പെടുന്ന എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവെ ആരാധന, ആരാധന. രോഗത്തിൻ്റെ ആധിപത്യങ്ങൾ നസ്രായന യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കടബാധിത കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറി പോകട്ടെ. തകരുന്ന ബിസിനസ് സ്ഥാപനങ്ങളെയും കൃഷിനാശങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവെ, അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലുള്ള ദുഃഖ പീഡകളുടെ മേൽ ദൈവിക ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. തടസ്സപ്പെട്ടു നിന്ന ഓരോ തടസ്സങ്ങളുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.